അഫ്ഗാനിസ്ഥാനിലെ സ്ഫോടനത്തിന്റെ പുകയടങ്ങും മുൻപേ പാകിസ്ഥാനെ ഞെട്ടിച്ച് അതിർത്തിയിൽ വൻ തിരിച്ചടി. അഫ്ഗാൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാന്റെ സ്വന്തം മണ്ണായ ബലൂചിസ്ഥാനിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്രമണമാണ് പാക് സൈന്യത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. 50 പാക് സൈനികരുടെ ജീവനെടുത്ത 9 മണിക്കൂർ നീണ്ടുനിന്ന ഒരു യുദ്ധം തന്നെ എന്ന് പറയാം. ആ ഒരു യുദ്ധത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അഫ്ഗാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് സ്വന്തം വീട് കത്തിയെരിയുന്നത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. സംഭവം നടന്നത് പാകിസ്ഥാനിലെ ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഖരാൻ എന്ന് പറയുന്ന നഗരത്തിലാണ്. ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് അഥവാ BLF എന്ന വിഘടനവാദി സംഘടന പാക് സൈന്യത്തിനെതിരെ നടത്തിയ ഏറ്റവും ക്രൂരവും വിപുലവുമായിട്ടുള്ള ആക്രമണമാണിത്. ജനുവരി 15 ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ ഏറ്റുമുട്ടൽ വെറുമൊരു വെടിവെപ്പായിരുന്നില്ല, മറിച്ച് കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു യുദ്ധം തന്നെയായിരുന്നു. ഖരാൻ നഗരത്തിൽ ഇരച്ചു കയറിയ BLF പോരാളികൾ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തന്നെ പിടിച്ചെടുത്തു കളഞ്ഞു. 9 മണിക്കൂറോളം നഗരം ഇവരുടെ കൈപ്പിടിയിലായിരുന്നു. പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുകയും ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആയുധങ്ങളും ഇവർ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. ജയിലുകൾ തകർത്ത് തടവുകാരെ മോചിപ്പിക്കുകയും പോലീസ് വാഹനങ്ങളും രേഖകളും കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 50-ലധികം പാകിസ്ഥാൻ സൈനികരാണ് ഈ ഒരൊറ്റ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ മാത്രം 15 സൈനികർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വീണു. പരിക്കേറ്റവരിൽ പാക് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള വിംഗ് കമാൻഡർ കേണൽ വദാൻ, മേജർ അസീം എന്നിവരും ഉൾപ്പെടുന്നുണ്ട് എന്നത് ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ മിസാൻ ബാങ്ക്, നാഷണൽ ബാങ്ക് തുടങ്ങിയ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു. ഇവിടെയാണ് അഫ്ഗാൻ പാക് ബന്ധത്തിന്റെ ഒരു ആംഗിൾ നിർണായകമാകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന കൂടിയുണ്ട്. പാകിസ്ഥാൻ അതിർത്തി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നുവെന്ന് അഫ്ഗാൻ ഭരണകൂടം നിരന്തരം ആരോപിക്കുന്നുണ്ട്. അഫ്ഗാനിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി കൂടിയുണ്ട്. അപ്പോൾ അഫ്ഗാനിലുണ്ടായ സ്ഫോടനത്തിന്റെ പിന്നിൽ പാക് ചാര സംഘടനയാണെന്ന സംശയം ബലപ്പെടുത്തുന്നതിനിടയിലാണ് പാകിസ്ഥാൻ മറുപടി എന്നോണം ബലൂചിസ്ഥാനിൽ ഈ ഒരു വൻ ആക്രമണം നടക്കുകയും ചെയ്യുന്നത്. പാകിസ്ഥാൻ സൈന്യം അഫ്ഗാൻ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവരുടെ പിന്നാമ്പുറമായിട്ടുള്ള ബലൂചിസ്ഥാനിൽ സുരക്ഷാ വീഴ്ച മുതലെടുത്ത് വിമതർ ആഞ്ഞടിക്കുകയാണ്. അയൽ വീട്ടിൽ തീ കൊളുത്താൻ പോയവന്റെ സ്വന്തം വീട് കത്തിയമരുന്നു എന്ന അവസ്ഥയിലാണ് ഇസ്ലാമാബാദ് ഇപ്പോൾ. ഒരേ സമയം പടിഞ്ഞാറ് അഫ്ഗാനും താലിബാനും തെക്ക് ബലൂച്ച് വിമതരും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയുണ്ട്. ബലൂചിസ്ഥാനിലെ സാധാരണക്കാരെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോകുന്നതും അവർ കാണാതാകുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ബലൂച്ച് നാഷണൽ മൂവ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 17 പഞ്ച്ഗൂർ ജില്ലയിൽ നിന്ന് ഇമ്രാൻ, റിസ്വാൻ എന്നീ 2 സഹോദരന്മാരെ സൈന്യം വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. ഖരാനിൽ നിന്ന് ഒവൈസ് അഹമ്മദ് എന്ന യുവാവിനെയും കാണാതായി. ഇത്തരം അന്യായമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലുകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ബലൂച്ച് ജനതയ്ക്കിടയിൽ കനത്ത അമർഷമുണ്ട്. അവിടെ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരു സംഘടനകളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ ആ അമർഷമാണ് ഇപ്പോൾ പാക് സൈന്യത്തിനെതിരെയുള്ള സായുധ പോരാട്ടമായി അല്ലെങ്കിൽ ഒരു സിവിൽ വാറായി മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട പാക് ഭരണകൂടം ഇപ്പോൾ സ്വന്തം സൈനികരെ തന്നെ ബലി കൊടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ്. ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനെ ചൊടിപ്പിച്ചതിൻ്റെയും ബലൂചിസ്ഥാനെ അടിച്ചമർത്താൻ ശ്രമിച്ചതിൻ്റെയും തിക്തഫലം പാകിസ്ഥാൻ ഒരേ സമയം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. 50 സൈനികരുടെ മരണം പാകിസ്ഥാന് നൽകുന്നത് ഒരു ചെറിയ മുന്നറിയിപ്പല്ല. അത് വരാനിരിക്കുന്ന വലിയ ആഭ്യന്തര കലാപങ്ങളുടെ തുടക്കം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.